ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗണിതം ഇന്ന് നടന്ന എക്സാമിൻ്റെ ഉത്തരസൂചികയാണ്. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. മൊത്തം 7 മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ 5 എണ്ണം ഏതൊക്കെയാണെന്ന് ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് റൗണ്ട് ഇട്ട് വെക്കുക. ചോദ്യങ്ങൾ നന്നായി വായിച്ച് നോക്കുക. അതിലേറ്റവും അറിയാവുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി 5 എണ്ണം എഴുതുക. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1. 4 വട്ടങ്ങൾ വ്യത്യസ്ത തരത്തിൽ തുല്യമായി ഭാഗിച്ച ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ? 5 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 5നും 5 മാർക്ക് വീതമാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. 1/3 ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏത്? അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് നോക്കാം. എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു? ഇത് നമുക്ക് 1, 2, 3, 4 4 ഭാഗമാണുള്ളത്. അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇത് 3/4 ആണ്. ഇനി ഇത് നോക്കാം. 1, 2, 3, 4 4 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഇനി ഇവിടെ നോക്കൂ. 1, 2, 3, 4, 5, 6 6 ഭാഗമുണ്ട്. അതിൽ 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. 3/6. 1, 2, 3 ഇവിടെ 3 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. 1/3 ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? അപ്പോൾ 1/3 ഭാഗം ഷെയ്ഡ് ചിത്രം ഏതാണ്? നമുക്ക് കിട്ടിയല്ലോ, ഇതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? അപ്പോൾ 3/6 എന്ന് പറയുന്നതാണല്ലോ പകുതി അല്ലേ? 6ൽ 3 ഭാഗം, അതായത് 6ൽ പകുതിയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? സി ആണ്. ഇനി അടുത്തത് 3/4ൽ എത്ര 1/4കൾ ഉണ്ട്? ഇവിടെ 3/4 ആണല്ലോ. അപ്പോൾ ഇതിൽ എത്ര 1/4 ഉണ്ട്? 1, 2, 3. അപ്പോൾ നമുക്ക് 3 എന്ന് എഴുതാം. ഓക്കെ. ഇനി 10 ലിറ്റർ വെളിച്ചെണ്ണ 3 പേർക്ക് തുല്യമായി വീതിച്ചെടുത്ത് ഒരാൾക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും? അപ്പോൾ 10 ലിറ്റർ വെളിച്ചെണ്ണ അല്ലേ? അത് നമ്മൾ എത്ര പേർക്കാണ് വീതിക്കേണ്ടത്? 3 പേർക്ക്. 10/3 10 ഹരിക്കണം 3 എന്നെഴുതിയാലും നിങ്ങൾക്ക് സ്കോർ ലഭിക്കും, 1 മാർക്ക് ലഭിക്കും. ഇനി നിങ്ങൾ ഇതിനെ ക്രിയ ചെയ്ത് എഴുതുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് 3 1/3 കിട്ടും. ഇതും എഴുതാം. 10/3 എന്നെഴുതിയാൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് കിട്ടും. ഇനി 4 എണ്ണത്തെ 3 സമഭാഗമാക്കിയാൽ 1 എന്നതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പം 4 എണ്ണത്തിനെ 3 സമമാക്കി. അപ്പം 4 എണ്ണമാണുള്ളത്, അതിനെ 3 സമഭാഗമാണ് ആക്കി. അപ്പോൾ 4 ഹരിക്കണം 3 അങ്ങനെ ആകുമ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സംശയം വരാം. ഇതൊന്നല്ല, 4 ഹരിക്കണം 3 4/3 ആണ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം 5 എണ്ണവും നിങ്ങൾ കറക്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക്, അതായത് എ ഗ്രേഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓരോന്നും തെറ്റിച്ചാൽ അതിനനുസരിച്ച് സ്കോർ കുറയും. അപ്പോൾ B, C, D, E എന്നൊക്കെ ഒന്നും എഴുതാത്തവർക്ക് 1 മാർക്കും ലഭിക്കില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2. പ്രവർത്തനം 2 എന്താണ്? സോബിയുടെ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന് 12 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും ഉണ്ട്. ക്ലാസ് റൂമിൻ്റെ ചുറ്റളവ് എത്ര? ക്ലാസ് റൂമിൻ്റെ പരപ്പളവ് എത്ര? 36 മീറ്റർ ചുറ്റളവുള്ള സമചതുരാകൃതിയുള്ള ഒരു ഹാളിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം അറിയാം അല്ലേ? ക്ലാസ് റൂമിന് ആദ്യത്തേത് ചുറ്റളവാണ്. ഓക്കെ, ചുറ്റളവാണ്. ചുറ്റളവ് നമ്മൾ എങ്ങനെ കാണും? ചുറ്റളവിൻ്റെ സൂത്രവാക്യം നമുക്കറിയാമല്ലോ. നീളവും വീതിയും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് അല്ലേ? നീളം പ്ലസ് വീതി അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. ഓക്കെ, ഇവിടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, നീളം 12 മീറ്ററും 6 മീറ്ററും ആണല്ലേ? 12 + 6 എന്ന് പറയുമ്പോൾ 18 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 36. അപ്പോൾ ഉത്തരം എത്രയാണ്? 36 മീറ്റർ എന്നെഴുതണം. നമ്മുടെ അളവ് എത്രയാണ്? മീറ്ററാണ്. അപ്പോൾ നമ്മൾ 36 മീറ്റർ എന്നെഴുതണം. ഇനി അടുത്തത് ക്ലാസ് റൂമിൻ്റെ പരപ്പളവ് എത്ര? ക്ലാസ് റൂമിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരപ്പളവിൻ്റെ സൂത്രവാക്യം നമുക്കറിയാം. എന്താണ്? നീളം ഗുണിക്കണം വീതി അല്ലേ? നീളം ഗുണിക്കണം വീതി. അപ്പോൾ ഇവിടെ നീളം എത്രയാണ്? നീളം സമം 12 സെൻറ്റിമീറ്റർ, വീതി സമം 6 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം 12 ഗുണിക്കണം 6 ചെയ്താൽ 6 ഗുണിക്കണം 2 12, ബാക്കി 1 1 6 6 6 1 7. അപ്പോൾ ഉത്തരം എത്രയാണ്? 72. 72ന് നമ്മൾ എന്താണ് യൂണിറ്റ് കൊടുക്കേണ്ടത്? 72 ചതുരശ്ര മീറ്റർ, മീ അല്ലേ? 72
72 ചതുരശ്ര മീറ്റർ എന്ന് എഴുതിയാൽ നമുക്ക് ഉത്തരം കിട്ടി. 72 ചതുരശ്ര മീറ്റർ. ഇനി അടുത്ത നോക്കാം. 36 മീറ്റർ സമചതുരാകൃതിയുള്ള ഒരു ഹാളിൻ്റെ പരപ്പളവ് എത്ര? 4 ഇൻറ്റു വർഷം എന്ന് പറയുന്നത് 36 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 36 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വർഷം കാണാൻ എന്താ ചെയ്യേണ്ടത്? 36 ഹരിക്കണം 4. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ വർഷം എന്ന് പറയുന്നത് എത്രയാണ്? 9. ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? നമ്മൾ ഹാളിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പരപ്പളവ് കണ്ടു നോക്കാം. പരപ്പളവ് കാണേണ്ട സൂത്രവാക്യം എന്താണ്? വശം ഇൻറ്റു വശം. അപ്പോൾ നമ്മൾ പരപ്പളവ് വശം ഇൻറ്റു വശം എന്ന് എഴുതി. അപ്പോൾ വശം എത്രയാണ്? 9 മീറ്ററാണ്. 9 ഇൻറ്റു 9 81. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 81 ചതുരശ്ര മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി പ്രവർത്തനം 3 നോക്കാം. 8ൻ്റെ ഗുണിതമായ മറ്റൊരു സംഖ്യ എഴുതുക. 8ൻ്റെ ഗുണിതമായ ഏതെങ്കിലും ഒരു സംഖ്യ എഴുതുക. 16 എഴുതാം. ഓക്കെ, താഴെ കൊടുക്കുന്നവയെ 8ൻ്റെയും 3ൻ്റെയും ഗുണിതമായ സംഖ്യ ഏത്? 8ൻ്റെയും 3ൻ്റെയും ഗുണിതമായ സംഖ്യ ഏതാണ്? 24 ആണ്. 12ൻ്റെയും 15ൻ്റെയും പൊതുഗുണിതം ഏതാണ്? അപ്പോൾ ചെറു പൊതുഗുണിതം ഏതാണ്? 60 ആണ്. ഓക്കെ, എത്രയാണ്? 60 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ 18ൻ്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റ് ഏതാണ്? അപ്പം 18ൻ്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റ് ഏതാണ്? സി ആണ്. 1, 2, 9, 6, 3, 18. ഇനി 32ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതുക. എങ്ങനെയാണ് 32ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതിയാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? 1 കിട്ടും, 2 കിട്ടും, 4 കിട്ടും, അതേപോലെ 8 കിട്ടും, 16 കിട്ടും, 32 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 16ൻ്റെയും 40ൻ്റെയും വൻ പൊതുഘടകം ഏത്? അപ്പം 16ൻ്റെയും ഘടകങ്ങൾ എഴുതണം, 40ൻ്റെയും ഘടകം എഴുതണം, അതിൽ പൊതുവായിട്ടുള്ള വലിയ സംഖ്യ എഴുതണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 8 ആണ് കിട്ടുക. ഓക്കെ, ഇനി 144നെ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായി എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നമുക്ക് എത്ര കിട്ടുക? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5 നോക്കാം. ഒരു കച്ചവടക്കാരൻ 125 രൂപ വീതം വിലയുള്ള 32 പുസ്തകങ്ങൾ വാങ്ങി. ഒരു പുസ്തകത്തിന് 140 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപക്കാണ് പുസ്തകം വാങ്ങിയത്? അപ്പം 125 രൂപ വെച്ചിട്ട് 32 പുസ്തകങ്ങളാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ നമുക്ക് പുസ്തകത്തിൻ്റെ വില എത്രയാണ്? പുസ്തകത്തിൻ്റെ വില 125 രൂപ. 125 രൂപ എത്ര പുസ്തകം വാങ്ങി? 32 പുസ്തകങ്ങളുടെ എണ്ണം 32. അപ്പോൾ ആകെ പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് 125 ഗുണിക്കണം 32. അപ്പോൾ അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4000 രൂപ കിട്ടി. ഇനി വിറ്റപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടി? എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? അപ്പം ഒരു പുസ്തകത്തിന് 140 രൂപ വെച്ചിട്ടാണ് വിറ്റത്. 32 അതായത് 125 140 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ എത്ര രൂപ അധികത്തിനാണ് വിറ്റത്? 15 രൂപ അധികത്തിനാണ് വിറ്റത്. അപ്പോൾ 2 10 ബാക്കി 1 3 15 3 16 32. അപ്പോൾ 0 8 4. അപ്പോൾ 480 അധികമായിട്ട് കൂടുതൽ ലാഭം കിട്ടിയത്. 480. ഇനി അടുത്തത് 125 ഇൻറ്റു 32 140 ഇൻറ്റു 32. ഇവ തമ്മിലുള്ള വ്യത്യാസം താഴെ കൊടുത്തവയിൽ ഏതാണ്? 15 ഇൻറ്റു 32. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റോയുടെ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളിൽ അംഗമായ കുട്ടികളുടെ എണ്ണം ചതുരചിത്രം താഴെ കൊടുത്തിരിക്കുന്നു. ഇപ്പം ഗണിതമുണ്ട്, ശാസ്ത്രമുണ്ട്, സാമൂഹ്യശാസ്ത്രം, കൃഷി, പരിസ്ഥിതി. ഇനി ചോദ്യം ഇതാണ്: ഏത് ക്ലബ്ബിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്? അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ഇവിടെ വെച്ച് നോക്കിയാൽ ഇതാണെന്ന് മനസ്സിലായി. ഇതേതാണ്? ഇത് സാമൂഹ്യശാസ്ത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് സാമൂഹ്യശാസ്ത്രം ക്ലബ്ബിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് എഴുതാം, സാമൂഹ്യശാസ്ത്രം. ഏത് ക്ലബ്ബിലാണ് ഏറ്റവും കുറവ് കുട്ടികളുള്ളത്? ഏറ്റവും കുറവുള്ളത് ഈ ഒരു ക്ലബ്ബിലല്ല. ഇതേതാണ്? ഇത് പരിസ്ഥിതി ക്ലബ്ബാണ്. ഇനി അടുത്തത്: കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബുകളുടെ പേര് ക്രമത്തിലെത്തിയ മധ്യത്തിൽ വരുന്നത് ഏത് ക്ലബ്ബാണ്? അപ്പോൾ നമുക്ക്
അത് നമ്മൾ മധ്യത്തിൽ എനിക്ക് തോന്നുന്നത് വരുന്നത് ശാസ്ത്രമാണ്. ഓക്കെ, ശാസ്ത്രമാണ് മധ്യത്തിൽ വരുന്നത്. ഏതാണ്? ശാസ്ത്രമാണ്. കാരണം ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ശാസ്ത്രം, പിന്നെ ഇത്, പിന്നെ ഇത്. ഓക്കെ, അപ്പോൾ മധ്യത്തിൽ വരുന്നത് ഏതാണ്? നടുവിലായിട്ട് വരുന്നത് ശാസ്ത്രമാണ്. ചിത്രത്തെ അടിസ്ഥാനമാക്കി 2 വ്യത്യസ്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ളത് ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, 2 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. ഇനി അടുത്തത് പ്രവർത്തനം 7. കുറേ അരി തുല്യമായി 15 സഞ്ചികളിൽ നിറച്ചു. ഗോപി അതിൽ നിന്ന് 4 സഞ്ചികൾ എടുത്തു. ഗോപിന് ആകെ അരിയുടെ എത്ര ഭാഗം കിട്ടി? അപ്പോൾ കുറേ അരിയുണ്ട്. അരി തുല്യമായിട്ട് 15 സഞ്ചികളിലാണ്. അപ്പോൾ 15 സഞ്ചികളിലുള്ളതിൽ ഗോപു എടുത്തത് എത്രയാണ്? 4 സഞ്ചിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4/15. ഇനി അടുത്തത് സുനിതയ്ക്ക് ആകെ അരിയുടെ 3/15 ഭാഗം കിട്ടി. ഗോപുവിനും സുനിതക്കും കൂടി ആകെ അരിയുടെ എത്ര ഭാഗം കിട്ടി? അപ്പോൾ ഗോപുവിന് എത്രയാണ്? 4 കിട്ടിയത്, സുനിതക്ക് 3. അപ്പോൾ രണ്ടാൾക്കും കൂടി എത്ര കിട്ടി? 7/15. 4 കൂട്ടണം 3, 7. ഓക്കെ, ഇനി അടുത്തത് ഒരു സഞ്ചി 3/4 കിലോഗ്രാം അരിയുണ്ട്. അത് 2/3 കിലോഗ്രാം കൂടി ചേർത്തു. സഞ്ചിയിൽ ഇപ്പോൾ ആകെ എത്ര കിലോഗ്രാം അരിയുണ്ട്? ഓക്കെ, അപ്പോൾ സി ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? സി ചോദ്യത്തിൻ്റെ ഉത്തരം 1/5/12. എത്രയാണ്? 1/5/12. ഇതെങ്ങനെയാണ്? നമ്മളിതിൻ്റെ പൊതുഗുണിതൊക്കെ എടുത്ത് കാണണം. അപ്പോൾ ഉത്തരം എത്രയാണ്? 1/5/12. ഇനി അടുത്തത് ഒരു സഞ്ചിയിൽ 5.25 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്ന് 2.25 കിലോഗ്രാം അരി സീനത്തിന് കൊടുത്തു. ഇനി സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ബാക്കിയുണ്ട്? അപ്പോൾ 5.25 നിന്നും 2.25 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3/1/2 കിട്ടും. എത്ര കിട്ടും? 3/1/2 കിട്ടും. ഇനി നമുക്ക് 3/5 തുല്യമായ ഭിന്നം താഴെ കൊടുത്തത് ഏതാണ്? 12/20.